ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. ഞങ്ങൾ ടൗണിൽ പോവുകയാണ്. എൻ്റെ ചേച്ചി ഹോസ്റ്റലിൽ കോട്ടയത്തേക്ക് പോവുകയാണ്. അതുകൊണ്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ട്. അപ്പം സൺഡേ ആയത് കാരണം പോവാമെന്ന് വിചാരിച്ചു. എൻ്റെ അമ്മയ്ക്ക് ലീവാണ്. അത് കാരണം ഞങ്ങൾ 3 പേരും കൂടി പോകാമെന്ന് വിചാരിച്ചു. ഞാൻ വാൽ തൂങ്ങി പോണത് എന്തെങ്കിലും കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അധികമൊന്നും കിട്ടില്ലെങ്കിലും ഏതെങ്കിലും ഒരു സാധനങ്ങൾ കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ. പിന്നെ വല്ലപ്പോഴൊക്കെ നമ്മൾ പുറത്ത് പോവുള്ളൂ. അത് മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം. അത് കാരണം ഉള്ള പുട്ടി മൊത്തം ഇട്ടിട്ടാണ് ഞാൻ പോണത്. അധികം മേക്കപ്പ് ഒന്നുമില്ല, ഒരു സിമ്പിൾ. ഞാൻ അധികം മേക്കപ്പ് ഇടുന്ന ഒരാളല്ല. ഇത്തിരി ലിപ്സ്റ്റിക്ക്, ഇത്തിരി സൺസ്ക്രീന്, ഇത്തിരി പൗഡർ, പിന്നെ മുടി, പിന്നെ സ്പ്രേ, ഇത്രയൊക്കെ ഉള്ളൂ. ഇത് കണ്ടോ, ഈ ഒരു ലിപ്സ്റ്റിക്ക് എൻ്റെ ഏടത്തി കൊണ്ടു തന്നതാണ്. നല്ലൊരു വൈറ്റ് ചോക്ലേറ്റിൻ്റെ മണമാണ് ഇതിനുള്ളത്. ഇത് ലൈറ്റ് ഷെയ്ഡാണ്, അതേപോലെ തന്നെ ലൈറ്റ് കളറുമാണ് ഇതിനുള്ളത്. ഇത് നന്നായിട്ട് ചുണ്ടിൽ ബ്ലെൻഡ് ആവുന്നുണ്ട്, പക്ഷേ കവിളത്ത് നന്നായിട്ട് ബ്ലെൻഡ് ആവുന്നില്ല. എൻ്റെ കവിള് പറഞ്ഞാൽ ഇത്തിരി സോഫ്റ്റ് ആയിട്ടുള്ളൊരു കവിളാണ്. അധികം ഉന്തിയിട്ടല്ല, എന്നാൽ അധികം ഒട്ടിയിട്ടല്ല, ഒരു സാധാ മീഡിയം കവിള്. അപ്പം അതിൽ ഞാൻ സൈഡിൽ ഇട്ടു, പക്ഷേ നന്നായിട്ട് ബ്ലെൻഡ് ആയില്ല. അതുകൊണ്ട് ഞാൻ അവസാനം എല്ലാം കൂടി മായ്ച്ച് കളഞ്ഞു. പിന്നെ ഞാൻ ഈ ചുണ്ടിൽ അത്ര ലൈറ്റായിട്ട് വന്നു കാരണം ഇത്തിരിയും കൂടി ഇടാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അത് പിന്നെ ഞാൻ തുടച്ചുള്ളൂ, വീണ്ടും ഞാൻ ഇട്ടു. അതായിരുന്നു അവസ്ഥ. അത് കഴിഞ്ഞിട്ട് ഞാൻ മൊത്തത്തിൽ ഇട്ട് കഴിഞ്ഞിട്ട് ഇനി എനിക്ക് മുടി ശരിയാക്കാണ്ട് അങ്ങനെ കുറേ പരിപാടിയുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് ചെയ്യണം. പിന്നെ ഞാൻ ഈ ഒരു ഐലൈനർ എടുത്തു. ഇത് എൻ്റെ ഏടത്തി കൊണ്ട് തന്നതാണ്. വാട്ടർ പ്രൂഫാണ്, നല്ല ഐലൈനറാണ്, നല്ല എഴുത്തുണ്ട്, നല്ലൊരു കളറാണ് ഇതിനുള്ളത്. ഒരു ഗ്ലിറ്ററൊക്കെ ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി കളിക്കാം. നല്ല രസമുണ്ട്. നല്ലൊരു പിങ്ക് കളറിൽ നല്ലൊരു ഐലൈനർ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് ഈ ഐലൈനർ ഞാൻ അധികം എഴുതുന്ന ആളല്ല, എനിക്കധികം ഇഷ്ടമല്ല. പക്ഷേ ഇത് ഞാൻ എഴുതും. കാരണം സാധാ ലിക്വിഡായിട്ട് ഇങ്ങനെ ബോട്ടിൽ കിട്ടുന്ന ഐലൈനർ ഉണ്ടാവില്ലേ, ഡാസ്ലറിൻ്റെ ഒക്കെ, അതൊക്കെ എഴുതുമ്പോൾ പെട്ടെന്ന് ഉണങ്ങത്തില്ല. പക്ഷേ ഇതങ്ങനെയല്ല, പെട്ടെന്ന് തന്നെ ഉണങ്ങും. പിന്നെ ഇത്തിരി കണ്ണീർ വീണാൽ മതി, അതൊക്കെ ഒലിച്ചു പോകും. പക്ഷേ ഇതങ്ങനെയല്ല, അത്യാവശ്യം നന്നായിട്ട് കഴുകിയാൽ മാത്രമേ പോകുള്ളൂ. ഞാൻ ഇട്ടതാണ് ഈ ഐലൈനർ. എങ്ങനെ നല്ല കോളായിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ലാസ്റ്റ് മൊത്തം കഴുകി കളഞ്ഞായിരുന്നു. എന്നിട്ട് എൻ്റെ ചേച്ചിയെ കൊണ്ട് ഇടിയിപ്പിച്ചതാണ്. അതേ എനിക്ക് ഇഷ്ടപ്പെട്ടുള്ളൂ. ഞാൻ ഇടുന്ന ഒന്നും എനിക്ക് ഐലൈനർ, കണ്ണെഴുതുക, അതൊന്നും എനിക്ക് അധികം തൃപ്തികരമല്ല. പിന്നെ ഞാൻ മുടി ഇത്തിരി സെറ്റ് ചെയ്തു. എൻ്റെ കയ്യിലിരിക്കുന്നതാണ്, ഞാൻ ഇത്തിരി കളർ നോക്കിയതാണ് അതിൻ്റെ ടെസ്റ്റ് ചെയ്തത്. പിന്നെ ഞാൻ സ്പ്രേ ഇട്ടു. അവസാനം തിരിച്ച് വീട്ടിലേക്ക് വരുന്ന ഏത് കോലത്തിലാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ പോകുമ്പോൾ ഇത്തിരി വൃത്തിക്കും എനിക്ക് പോകണമല്ലോ. അതുകൊണ്ട് ഞാൻ നല്ലതുപോലെ സ്പ്രേ അടിച്ച് വിട്ടു. ഇതൊരു ജാസ്മിൻ്റെ സ്പ്രേ ആണ്. ഏട്ടനും ഏടത്തിയും കൂടി ഹോങ്കോങ് പോയി വന്നപ്പോൾ കൊണ്ടു തന്നതാണ്. നല്ല സ്പ്രേ ആണ്, നല്ല മണമുണ്ട് ഇതിന്. അതുകൊണ്ട് ഞാൻ നന്നായിട്ട് വാരി പൂശുന്നുണ്ട്. ഇതെൻ്റെ പുതിയ ഡ്രസ്സാട്ടോ, എൻ്റെ വല്യമ്മ കൊണ്ടു തന്നതാണ്. എങ്ങനെയുണ്ട്, നല്ല രസമല്ലേ? ഞാനിത് കണ്ടപ്പോൾ വിചാരിച്ചു ഇത്തിരി ദേഹത്ത് കുത്തുന്നൊക്കെയാണ്. പക്ഷേ നല്ല കംഫർട്ടായിരുന്നു, നല്ല സോഫ്റ്റായിട്ടുള്ള, ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ടുള്ള തുണിയായിരുന്നു. അങ്ങനെ ഞാൻ ഐലൈനറൊക്കെ മായ്ച്ച് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ക്രഞ്ചിയും കൂടി വെച്ചു, കാരണം മുടി കെട്ടേണ്ടി വന്നാൽ കെട്ടണ്ടേ, അതുകൊണ്ട്. പിന്നെ ഞാൻ മുടിയൊക്കെ ചീകി ഐലൈനർ വീണ്ടും ഇട്ടു. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.